ഹലോ കൂട്ടുകാരെ, വീട്ടിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിലേ ഇതാ പെട്ടെന്ന് തന്നെ നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കാം കേട്ടോ. വൈകുന്നേരം 4 മണി പലഹാരമായിട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. അപ്പോൾ ഇതാ ഇതുപോലെ പഴങ്ങൾ ഒന്ന് കറുത്തൊക്കെ ഇരിക്കും. ഇപ്പം നമ്മുടെ ഏത്തപ്പഴമൊക്കെ പെട്ടെന്ന് നാടനൊക്കെ ആണെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരും കേട്ടോ. ഇത് നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല ചിലപ്പം, പക്ഷേ ഇതിൻ്റെ അകത്തെ പഴത്തിനൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ഒന്ന് പഴുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ തൊലിക്ക് ഇങ്ങനെ ആയെന്ന് പറഞ്ഞ് പഴത്തിനൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ വെറുതെ കളയണ്ട. ഇതുപോലൊരു സ്നാക്സ് പെട്ടെന്ന് തയ്യാറാക്കിയ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പഴം അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു കറുത്ത ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ചെത്തി മാറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, ചിലർക്ക് അത് കടിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ ആ ഒരു നാരുണ്ടല്ലോ, ആ നാര് നമുക്ക് ചെത്തി മാറ്റി എടുക്കാം എല്ലാത്തിൻ്റെ. അപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും നാര് ചെത്തി മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. എത്രയും കുഞ്ഞു പീസായിട്ട് എടുക്കാവോ അത്രയും കുഞ്ഞു പീസായിട്ട് എടുക്കുക. നമ്മളിത് നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. എന്നാലും കുഞ്ഞു പീസുകളായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് സ്മാഷായി കിട്ടും കേട്ടോ. അപ്പോൾ കുഞ്ഞു പീസുകളായിട്ട് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുക്കുക. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 മുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ നല്ല തരിതരിപ്പൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം അതവിടെ ഇരിക്കട്ടെ. ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരി എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരിയാണ് എടുക്കുന്നത്. കിസ്മിസ് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം നട്ട്സ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കൂടി ഇട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് 1-1.5 ടേബിൾ സ്പൂണോ ആകാം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ശർക്കരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മുടെ നെയ്യിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇതുപോലെ വെന്ത് സ്മാഷായി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒന്ന് തവി കൊണ്ട് നല്ലതുപോലെ ഒന്നുകൂടെ നമ്മളൊന്ന് ഉടച്ച് വിട്ട് കൊടുക്കണേ. അതിനുശേഷം ഒരു ബേക്കിംഗ് പാനോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രമോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് വെണ്ണയോ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. നമ്മുടെ കേക്കൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ അത് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിശ്രിതം ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് കൊടുക്കണേ. ജസ്റ്റ് ഇതൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട. അതിനുശേഷം നമ്മളൊരു തവ എടുക്കുക. തവ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തവ വയ്ക്കുക. തവ ചൂടായി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതിനകത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റത്തേക്ക് നമ്മുടെ അതൊന്ന് വേവിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് ആവിയിൽ കയറ്റി വേണമെങ്കിലും ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.